ജയറാമിനെയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു നായിക ആരാണ് എന്നുള്ള എൻ്റെ മനസ്സിലാദ്യം തെറ്റുണ്ടെങ്കിൽ മഞ്ജുവാണ്. മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കണ്ണാടിക്കൂടും കൂട്ടി എന്ന് പറയുന്ന പാട്ട് മദ്രാസിൽ ഷൂട്ട് ചെയ്യുന്ന രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റിനെ പറ്റി പറയുന്നത്. മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം മഞ്ജു വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ജു ആ പ്രോജക്റ്റിലേക്ക് വരികയാണ്. തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ വൈസുള്ള ഡിസ്ട്രിബ്യൂഷൻസാണ്. അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഒരു ബിസിനസ് ടാക്ടിക്സ് ആണ്. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് നടത്തുക, ഒരു പൂജാ സെറമണി നടത്തുക, അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം വരും. അങ്ങനെ ഒരു പാട്ട് സിനിമയിൽ വന്നേക്കാം സാധ്യതയുള്ള ഒരു പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. ഫസ്റ്റ് മഞ്ജുവും പ്രഭു ഒരു പാട്ട് ഷൂട്ട് ചെയ്തു. മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നത്. അവർ പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ. പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്തില്ല. ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ 2 ദിവസത്തിനുള്ള ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്തേക്കും പ്രോജക്റ്റ് ഡ്രോപ്പായി. പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുള്ള ഫിനാൻഷ്യൽ അതൊരു സാധ്യത എന്നൊരു ഇൻട്രൻസ് വന്നു പോയി. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു. രഞ്ജിത്ത് തുടരുന്ന സമയത്ത് പ്രൊഡ്യൂസറായ രഞ്ജിത്തായിരുന്നു. അദ്ദേഹം സിയാദ് കോക്കറിൻ്റെ ഒരു മറവത്തൂർ ഫെനോ എന്ന് പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ ഡ്രോപ്പായിട്ട്. അപ്പോൾ എൻ്റെ ഈ തമിഴ് പടത്തിൻ്റെയും പ്രൊഡക്ഷൻ കൺട്രോൾ രഞ്ജിത്തായിരുന്നു. ഇപ്പോൾ രഞ്ജിത്ത് തന്നെ രാവിലെ കുറേ പേപ്പറൊക്കെ ചുണ്ടിപ്പിടിച്ച് പോകും. സിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞ് പോകും. ഒരു ദിവസം പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി. പക്ഷെ മലയാളത്തിൽ ഗംഭീര കഥയാണ്, മലയാളത്തിൽ എടുത്തതെന്നാണ് പറഞ്ഞു. സിയാദ് ഇങ്ങനെ കഥ കേൾക്കാതെ സിയാദ് കഥ കേൾക്കുന്നു. അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ്.